بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 125 ആയത്ത് വരേക്കുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് താഹ സൂറത്തിൽ നിന്നുള്ള 126 ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ 124 താഹ സൂറത്തിൽ നിന്നുള്ള 125 ആയത്ത് മുതൽക്കെടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب لما حشرتني أعمى وقد كنت بصيرا. മനുഷ്യൻ അവിടെ വെച്ച് ചോദിക്കുക അള്ളാഹുവിനോട്. 124 ആയത്തിൽ പറഞ്ഞു മന്നാറുലാന്തിക്കിരി ലഹു മഈശത്തൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. എൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് എന്നെ പിന്തിരിഞ്ഞ് എന്നെ ഓർക്കുന്നതിൽ നിന്ന് എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആളുകൾ, അങ്ങനെയുള്ളവർക്ക് വളരെ വിഷമകരമായ ജീവിതം നയിക്കേണ്ടി വരും ദുന്യാവില്. ലഹു മഈശത്തൻ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവന്റെ. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. അന്ത്യദിനത്തിൽ അവനെ നാം എഴുന്നേൽപ്പിക്കും അന്ധനായിട്ട്, കണ്ണു കാണാത്തവനായിട്ട്. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ മനുഷ്യൻ, അതായത് ഇത് കുഫാറുകൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ശരിയായ മുത്തഖീങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾക്കാണ്, പ്രവാചകന്മാരുടെ ആജ്ഞകളെ ലംഘിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക. ദുന്യാവിലും കുടുസമായ ജീവിതം, ആഖിറത്തിലെത്തിയാൽ അവിടെ അന്ധനാവുന്ന ഒരവസ്ഥ. മഹ്ശറയിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹു എഴുന്നേൽപ്പിക്കും എല്ലാ ജനങ്ങളെയും. ആ സമയത്ത് അവൻ കണ്ണ് കാണാത്തവനായിട്ടായിരിക്കും. അപ്പൊ അവൻ പറയാണ്, കാല റബ്ബി ലിമ ഹശർതനി അഅ്മ. പടച്ചവനെ, എന്തിനാണ് എന്നെ കണ്ണ് കാണാത്തവനായിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചത്? വഖദ് കുന്തു ബസീറ. എനിക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ, ദുന്യാവില് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്തെങ്ങനെ വരാൻ, നീ എന്നെ ശിക്ഷിച്ചതാണോ എന്നൊക്കെ അവൻ ചോദിക്കും. അതുവരേക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് അള്ള പറയുന്നതാണ് 126 ആയത്തിൽ പറയുന്നത്. ഖാല കദാലിക അത്തത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു തആല പറയാ, കദാലിക, കാര്യം അങ്ങനെ തന്നെയാണ്. അത്തത്ക ആയാതുനാ, നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അത്തത്ക, അത്ത എഴുത്തി, അത്ത വന്നു കിട്ടുക. അത്തത്ത് ആയത്തുകൾ വന്നു കിട്ടുക. അത്തത്ക, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അത്തത്തിന്റെ ഫായിലാണ് ആയാത്തുന എന്നുള്ളത്. അപ്പൊ ഫായില് ആയാത്തായതുകൊണ്ട് അത്തയിൽ താ ചേർത്തതാണ് അത്തത്ത് എന്നായത്. അത്തത്ത് ക എന്ന് പറഞ്ഞാൽ നിനക്ക്. അപ്പൊ അത്തത്ത് ഫേലും ഫായിലും മഫൂലും കൂടെയാണ്. അത്തത്ത് ക അല്ല, ഫായില് ആയാത്തുനയാണ്. അത്തത്ത് ഫേല്, ആയാത്തുന ഫായില്, ക മഫൂലാണ്. അത്തത്ത് ക, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ഇപ്പൊ നസീത്തഹ, അങ്ങനെ ആയത്തുകൾ വന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പറ്റി പറയുന്ന ആയത്തുകൾ വന്നു. അതിനെ അവൻ നിഷേധിച്ച് തള്ളുക. അങ്ങനെ തള്ളുമ്പോൾ അവന്റെ ജീവിതം ദുസ്സഹമായി തീരും എന്നാണല്ലോ നമ്മൾ 126 ആയത്തിൽ പറഞ്ഞത്. ആ വിവരം അള്ളാഹു എടുത്ത് അവനോട് പറയാണ്, എൻ്റെ ആയത്തുകൾ നിനക്ക് വന്നു കിട്ടിയപ്പോൾ
നീ അതിനെ ഫനസീതഹ, അതിനെ മറന്നുപോയി, അതിനെ മറന്നായിട്ട് നീ അഭിനയിച്ചു. ഇതേ രീതിയിൽ കദാലിക്ക, ഇതേ രീതിയിൽ അല്യൗമ, ഇന്ന് തുൻസ, നിന്നും വിസ്മരിക്കപ്പെടും, മറക്കപ്പെടും. നീ മറന്നതുപോലെ നിന്നെ ഇന്ന് മറക്കുന്ന ദിവസമാണ്, നിന്നെ വിസ്മരിക്കുന്ന ദിവസമാണ്, നിന്നെ സംബന്ധിച്ച് വലിയ ഗൗരവത്തിലെടുക്കില്ല, അല്ലെങ്കിൽ നിന്നെ വലിയ പരിഗണന നൽകില്ല. അങ്ങനെ നിന്നെയും വിസ്മരിക്കപ്പെടും. എൻ്റെ ആയത്തുകളെ നീ വിസ്മരിച്ചതുപോലെ നിന്നെയും ഇന്ന് വിസ്മരിക്കപ്പെടുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നീ അന്ധനായി പോയത് എന്നൊക്കെ അല്ലാഹു തആല അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെയധികം ദുഃഖത്തിനും ഇടയായിത്തീരാണ്. അവിടെ വെച്ചിട്ട് അങ്ങനെ അള്ളാഹു പറയുന്നതും പിന്നെ ഈ അനുഭവങ്ങളും ഒക്കെ ആഖിറത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, യാതൊരു സംശയവുമില്ല. കദാലിക്ക 127 ആയത്തിൽ അള്ളാഹു പറയുന്നു, കദാലിക്ക, ഇതേ രീതിയിൽ തന്നെയാണ് നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നത്. ഇതൊരു പ്രതിഫലമാണ്, ഒരു ശിക്ഷയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രതിഫലം എന്ന് പറഞ്ഞത് അവനെ ഒരു തഹക്കുമാണ്, ഒരു പരിഹസിച്ചുകൊണ്ടുള്ള പറച്ചിലാണ്. കദാലിക്ക, ഇതേ രീതിയിൽ തന്നെ നജ്സി, നാം പ്രതിഫലം കൊടുക്കുക. അവരുടെ പ്രതിഫലം കൊടുക്കുന്നത് ആർക്ക് പ്രതിഫലം? മൻ അസ്റഫ, അതിര് കഴിഞ്ഞ് ജീവിച്ചവർക്കൊക്കെ. അതിര് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്, ആ പരിധിയിലകത്ത് ജീവിക്കണം മനുഷ്യൻ. അള്ളാഹു നിശ്ചയിച്ച പരിധിക്കകത്ത് ജീവിക്കണം. ആ പരിധി വിട്ടുകടന്ന് ജീവിച്ച ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ഇതേ നിലക്ക് തന്നെ പ്രതിഫലം കൊടുക്കുക, അതില് വിഷമിക്കാനൊന്നുമില്ല എന്ന്. വലം യൂമിൻ, അവൻ പരിധി ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട്. വലം യൂമിൻ ആയാത്തി റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. പരിധി ലംഘിക്കുകയും ആയത്തുകളെ കൊണ്ട് വിശ്വസിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുക ഇതേ രീതിയിൽ തന്നെയാണ്. വല അദാബുൽ ആഖിറത്തി, എന്നാൽ ആഖിറത്തിൽ വെച്ചുള്ള ശിക്ഷ അശുദ്ധ, അത് കഠിനമാണ്, വളരെ വിഷമുള്ളതാണത് ആഖിറത്തിന്റെ ശിക്ഷ. വാബഖ, അത് ശാശ്വതമായിട്ട് ലഭിക്കുന്നതുമാണ്. അതിന്റെ തിക്തഫലങ്ങൾ ശാശ്വതമായിട്ട് 2 ദിവസം ശിക്ഷ കിട്ടി പിന്നെ തീര എന്നുള്ളതല്ല, അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതുമാണ്. കദാലിക്ക, ഇതേ രീതിയിൽ തന്നെയാണ് നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നത്. മൻഅസ്റഫ, പരിധി ലംഘിച്ചു ജീവിച്ചവർക്ക്. വലം യൂമിൻ ബിആയാതി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്തില്ല. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുക ഇതേ രീതിയിൽ തന്നെയാണ്. വല അദാബുൽ ആഖിറത്തി, എന്നാൽ ആഖിറത്തിലെ ശിക്ഷ അശദ്ദു, അത് കഠിനമാണ്. വാബഖ, എന്ന് നിലനിൽക്കുന്നതുമാണ്. 127 ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. 128 അള്ളാഹു പറയുന്നു, അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ. അഫലം യഹ്ദി, അവർക്ക് മാർഗദർശനം വന്നു കിട്ടിയിട്ടില്ലേ? അഫലം യഹ്ദി ലഹും, അവർക്ക് ഹിദായത്ത് വന്നു കിട്ടിയിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മാർഗദർശനം, സന്മാർഗം വന്നു കിട്ടിയിട്ടില്ലേ? കം അഹ്ലക്നാ ഖബ്ലഹും, എത്രയാണ് നാം നശിപ്പിച്ചത്, ഇവർക്ക് മുമ്പായിട്ട് നാം നശിപ്പിച്ചത്. മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്. എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇവർക്ക് മാർഗദർശനം, അതിൽ നിന്നൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള മാർഗദർശനം ലഭ്യമായില്ലേ? യംശൂന, അവർ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ഫി മസാകിനിഹിം, ഈ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ നടന്നു പോകുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഒരു മാർഗദർശനം ഉണ്ടായില്ലേ? ചിന്തിക്കാനുള്ള ഹിദായത്ത് അവർക്ക് ലഭ്യമായില്ലേ എന്നാ ചോദിക്കുന്നത്. അതായത് അഫലം യതബയ്യൻ കുഫാരി മക്ക, മക്കയിലുള്ള
അവിശ്വാസികളോട് അള്ളാഹു തആല പറയാണ്, ഇവരാണല്ലോ അള്ളാഹുവിനെ പിന്നെ റസൂലിനെ കളവാക്കി, റസൂലിനെ സാഹിറാണെന്ന് പറഞ്ഞു, ജാലവിദ്യക്കാരനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, കവിയാണെന്ന് പറഞ്ഞു, ഇങ്ങനെയെല്ലാം പുച്ഛിച്ചു തള്ളിയുന്ന ഈ കുഫാറുകൾക്ക് മനസ്സിലായില്ലേ എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് ഇവർക്ക് മുമ്പ്. ഇവരുടെ ചെയ്തികൾ കാരണമായിട്ടാണ് ഇവരെ ആ മുൻകഴിഞ്ഞ ആളുകളെ നശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നശിപ്പിച്ച ഇതിൽ നിന്ന് ഇവരും ഒരു പാഠം പഠിച്ചില്ലേ? എന്നാൽ ഈ നശിപ്പിച്ച ആളുകളുടെ വാസസ്ഥലങ്ങളൊക്കെ ഇവര് സന്ദർശിക്കുന്നത്, അതുപോലെ അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെ ഇവർക്ക് മാർഗദർശനം ലഭ്യമാവില്ലേ? അങ്ങനൊന്നും ആയിട്ടില്ലേ ഇവർക്ക് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതായത് ഇവരുടെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ആദ സമൂദിനെയൊക്കെ നശിപ്പിച്ചല്ലോ അല്ലാഹു തആല. ആദിനെ നശിപ്പിച്ചത് ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ സബഅ ലയാലിൻ വസമാനിയത അയ്യാം, 7 രാവും പകലും നിലനിൽക്കുന്ന ശക്തമായ കൊടുങ്കാറ്റിലൂടെ അവരെല്ലാം നശിപ്പിച്ചു. ആദിനെ, സമൂദ് സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായിരുന്നു. ആദ് ഹൂദ് നബിയുടെ സമൂഹമായിരുന്നു ആദ്. സമൂദ് എന്ന് പറയുന്നത് സാലിഹ് നബിയുടെ ആളുകളായിരുന്നു. സാലിഹ് നബിക്ക് മുഅ്ജിസത്തായിട്ട് അള്ളാഹു നൽകിയത് ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിനെ നിങ്ങൾ തൊടാൻ പാടില്ല, നിങ്ങൾ പിന്നെ അതിനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവര് അതിനെ അറുത്ത് തിന്നുന്നിടത്തേക്ക് എത്തി. അങ്ങനെ കശാപ്പ് ചെയ്തു ഒട്ടകത്തെ, ചുരുക്കി പറയാണ്. അപ്പൊ ഒരു സുദീർഘമായ ചരിത്രങ്ങളാണ് ഇത് രണ്ടും, ആദ് സമൂദിന്റെ ചരിത്രങ്ങൾ. അപ്പൊ അങ്ങനെയെല്ലാം അവരും നശിപ്പിച്ചു ഈ സമൂദിനെ. അപ്പോ മറ്റവരെ വലിയ കൊടുങ്കാറ്റുകളെ കൊണ്ട് നശിപ്പിച്ചു. 7-8 ദിവസമാണ് സമാനിയത്ത് അയ്യാമിൻ, 8 ദിവസമാണ് ആ കാറ്റ് നിലനിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റുകളെ കൊണ്ട് നശിപ്പിച്ചു. അവരുടെ വാസസ്ഥലങ്ങള് ഇന്നും ഇവർക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്, അതിലൂടെ ഇവർ നടന്നു പോകുന്നുണ്ട് എന്ന് 1500 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. എന്നിട്ടും അവർക്ക് ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അഫലം യതബയ്യന കുഫാരി മക്ക അല്ലദീന കദബൂക, നിന്നെ കളവാക്കിയ കുഫാറുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ലേ? കം അഹ്ലക്ന ഖബ്ലഹും, അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്, മിനൽ ഉമമിൽ ഖാലിയ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെയും മറ്റും കളവാക്കിയ ആളുകളെ ആ സമൂഹത്തെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഇവര് അവരുടെ വാസസ്ഥലങ്ങളിലൂടെ നടന്നു പോകുന്നുണ്ട്. വയുനൂന, അവര് കാണുകയും ചെയ്യുന്നുണ്ട്. ആസാറാഹിലാക്കിയും, അവർ നശിച്ചു പോയതിന്റെ അടയാളങ്ങൾ ഇവർക്ക് കാണാനും കഴിയും. കുഫാർ മക്കയോട് പറയാണ്, മക്കയിലുള്ള അവിശ്വാസികളോടാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾക്ക് കാണാനും കഴിയേണ്ടത്. എന്നിട്ടും നിനക്ക് അതിൽ നിന്ന് ഉത്ബോധനം നിങ്ങൾക്ക് ലഭ്യമായില്ലേ? നിങ്ങളത് ചിന്തിക്കുന്നില്ലേ അതിനെ സംബന്ധിച്ച് എന്നാ ചോദിക്കുന്നത്. അഫലം യഹ്ദിലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, അവർക്ക് കുറേ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നൊന്നും അവര് പാഠം പഠിച്ചിട്ടില്ലേ എന്ന് ഈ കുഫാറുകളോട്, മക്കയിലുള്ള മുശ്രിക്കുകളോട്, അല്ലെങ്കിൽ കുഫാറുകളോട്, അവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇവര് അവരുടെ വാസസ്ഥലങ്ങളിലൂടെ നടന്നു പോകുന്നുണ്ട്, അവരെ നശിപ്പിച്ച അടയാളങ്ങളൊക്കെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ് സമൂദിന്റെ ആ വിഭാഗത്തെ അവരെ നശിപ്പിച്ചതിന്റെ അടയാളങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഒരു ഹിദായത്ത് ലഭ്യമായില്ല എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിന്നുഹാ, ഇന്ന ഫീ ദാലിക, എന്നാൽ ഇപ്പറഞ്ഞതിലൊക്കെയുണ്ട്, തീർച്ചയായും ഉണ്ട്, ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഉലിന്നുഹാ,
ബുദ്ധിമാന്മാർക്ക്. ഉലിന്നുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള സർവ ദൃഷ്ടാന്തങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഇവര് നശിപ്പിച്ചതിൽ. അപ്പോൾ അത് ചിന്തിച്ച് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് ഹിദായത്ത് ലഭ്യമാവാതിരിക്കാനുള്ള കാരണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. 129 ആയത്തിൽ വലൗലാ കലിമത്തുൻ സബഖത് മിൻ റബ്ബിക ലകാന ലിസാമൻ വഅജലൻ മുസമ്മാ. അതായത് ഇതിന്റെ മൊത്തം അർത്ഥം പറയുകയാണെങ്കിൽ അല്ലാഹു തആല ഇവരെ സംബന്ധിച്ച് ആഖിറത്തിൽ വെച്ച് ചിന്തിക്കാം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ പിന്നെ അതിനൊരു അജലും നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാഹു, ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കാതെ. അപ്പൊ അത് കാരണമാണ് ഇവർക്ക് ഈ ശിക്ഷയെ പിന്തിപ്പിച്ചിട്ടുള്ളത്. കുഫാർ മക്കയിലുള്ള അവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന നബിയുടെ ഉമ്മത്തുകളിലുള്ള അവിശ്വാസികൾക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു ശിക്ഷ മറ്റുള്ളവരെ പോലെ ശിക്ഷിക്കാത്തത് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? ആഖിറത്തിലാണ് അവർക്കുള്ള ശിക്ഷ. നബിയുടെ ദുആയുടെ ഫലമായിട്ടാണ് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചത്. അതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. വലൗലാ കലിമത്തുൻ സബഖത്ത്, ഒരു വചനം, ഒരു വാക്ക് മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു വാക്ക് മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അജലും മുസമ്മ, ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞ അജലും മുസമ്മ എന്നുള്ള ഒരു അവധി, നിശ്ചിത അവധിയും ഉണ്ടായിരുന്നില്ല എങ്കിൽ ലക്കാന ലിസാമ, അവരും ഈ ശിക്ഷ നിർബന്ധമായും അവർ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അവർ ശിക്ഷയ്ക്ക് വിധേയരാകുമായിരുന്നു, ആരെയും മുശ്രിക്കുകൾ. അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ശിക്ഷ ഇവർക്ക് പിന്തിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. 129 ആയത്ത് വരെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് 130 ആയത്ത് മുതൽക്ക് എടുക്കും. 35 ആയത്തുകളാണ് ഇതിലുള്ളത്. 135 ആയത്തുകളാണ് താഹ സൂറത്തിലുള്ളത്. അതിൽ 129 ആയത്തുകളും കഴിഞ്ഞു. ഇനി 6 ആയത്തുകളുള്ളൂ. 1-2 വീഡിയോയിലായിട്ട് അതും അവസാനിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സുദീർഘമായ ഒരു സൂറത്ത് തന്നെ എടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.